പിന്നെ സ്കൂളിൽ രാവിലെയും വൈകിട്ടും ഒക്കെ കൊണ്ടാക്കുന്നതും വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ ഇക്കാക്കയാണ് കേട്ടോ. സ്കൂൾ വണ്ടിയിലോ ഓട്ടോയിലോ ഒന്നും അവൾ പോകൂല എന്ന് പറഞ്ഞിട്ട് വാശിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇക്കാക്ക ഇല്ലാത്തതും കൊണ്ട് ഇവരോട് ഞാൻ ഒന്ന് വരാൻ പറഞ്ഞതാണ് കേട്ടോ, മോളെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഒറ്റയ്ക്ക് എനിക്ക് മക്കളെയും കൂട്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ചുകൊണ്ട് പോക്ക് പോസിബിൾ അല്ല. പിന്നെ ഈ കെട്ടും പാണ്ടൊക്കെ എൻ്റെ സാധനങ്ങളാണ് കേട്ടോ. വൈകിട്ട് വരാനുള്ളതാണ് എങ്കിലും എൻ്റെ അലക്കാനുള്ള പറക്കാനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കെട്ടിപ്പറക്കി കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇന്ന് പപ്പി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ സ്കൂളിലോട്ട് പോകുന്നത്. കാരണം റിച്ച് കൊണ്ടാക്കി അവൾ എന്നെ ഉച്ചയ്ക്ക് വിളിക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് അവൾ പോകുന്നത്. അങ്ങനെ തുള്ളിച്ചാടി സ്കൂളിൽ പോയി അവളെ ആക്കിയിട്ട് ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് നേരെ ടൗണിൽ പോകണമായിരുന്നു, ATM പോകണമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ATM പോയി പാർക്കിങ്ങിൽ കുറച്ച് നേരം എനിക്ക് പോസ്റ്റ് കിട്ടിയിട്ടാണ്. അവർ പോയ സമയത്ത് അതുമോനും അവരുടെ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ അവിടെ നിന്ന് അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവക്കടെ വീട്ടിലോട്ടാട്ടോ ഇന്ന് പോകുന്നത്. കാക്കയില്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ TV കംപ്ലൈൻ്റ് ആയതുകൊണ്ട് ആദ്യം TV കടയിൽ കയറി. പിന്നെ കാറിൻ്റെ ആക്സസറീസ് മേടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടാണ്. അവിടെ നിന്ന് തിരിച്ചു പോരും വഴി പാത്രമൊക്കെ ഉള്ളൊരു കട ഉണ്ട് കഴിഞ്ഞപ്പോൾ പായസം വെക്കാൻ പാത്രം വേണം, അതുപോലെ പത്തിരി ഉണ്ടാക്കുന്ന പ്രസ്സൊക്കെ വേണമെന്നും പറഞ്ഞുകൊണ്ട് കടയിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി ഞങ്ങൾ കടയിലോട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ല എന്ന്. പിന്നെ എന്നാൽ പോയി നോക്കാമെന്ന് കരുതിയിട്ട് നോക്കുന്നതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഇപ്പോഴായി പിന്നെ പാത്രം കണ്ടു കഴിഞ്ഞാൽ വിരൽ പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടാൻ കണ്ടുകൂട്ടാണ് കേട്ടോ എൻ്റെ അവക്കടെയൊക്കെ അവസ്ഥ. ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ എടുത്ത് വില നോക്കും. വില നോക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാം കറങ്ങി നടന്ന് നോക്കി കണ്ട് പിടിച്ച് എല്ലാ പാത്രങ്ങളും കാണുമ്പോൾ ഒരു കൊതിയാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, അന്ന് ഇത്രമാത്രം ഉപയോഗം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഇല്ല കേട്ടോ. അങ്ങനെ എല്ലാം അതിലയിലൊക്കെ ചുറ്റി നടന്ന് കണ്ട് അവൾ ലാസ്റ്റ് എടുത്തേക്കുന്ന കേട്ടോ സ്പൂണ്. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തത് ഈ ഒരു സ്പൂൺ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇവിടം വരെ വന്നതെന്ന്. ഞാൻ പിന്നെ എനിക്ക് എടുക്കണമെന്നുണ്ട് എടുക്കണ്ടെന്നുണ്ട്. ഫിനാൻസ് മാനേജർ കൂടെ ഇല്ലാത്തതും കൊണ്ട് പിന്നെ കൂടുതലൊന്നും നോക്കിയില്ല. എല്ലാം കഴിഞ്ഞ് മണ്ണും കൊണ്ടുള്ള കപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ക്യൂട്ടായിട്ട് നോക്കിയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിരുന്നു. ലാസ്റ്റ് 20 രൂപയുടെ പാത്രം മാത്രമായിട്ട് ഞാൻ എടുത്തോളൂ. പിന്നെ ബില്ലടിച്ച് അവിടെ നിന്ന് ഇറങ്ങി.